ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ചിങ് ലാബ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ട്യൂബ് ബീഡ്സ്, അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ്, സ്വീക്കൻസ് ഇതൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ബീഡ്സിനാണ് കേട്ടോ ഷുഗർ ബീഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ട്യൂബ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളമുള്ള ബീഡ്സിനാണ് കേട്ടോ നമ്മൾ ട്യൂബ് ബീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിതാ ഇതുപോലത്തെ സ്വീക്കൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പല വലുപ്പത്തിലുള്ളതും അതുപോലെ തന്നെ പല കളറിലുള്ളതും നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡാണ്. അപ്പോൾ നമ്മൾ ത്രെഡ് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ കളറ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ബീഡ്സിൻ്റെ സ്വീക്കൻസിൻ്റെ കളറ് നമ്മൾ എടുക്കാൻ നോക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ സെയിം കളർ ത്രെഡ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കളർ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ചധികം ത്രെഡ് ഒന്ന് ഇതിൽ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ രണ്ടറ്റവും ഒന്നിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ നീഡിലിൽ കോർത്തെടുക്കാൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നീഡിലെടുക്കുമ്പോൾ നീഡിലിൻ്റെ ഐ ഇതുപോലത്തെ ചെറുതായിട്ടുള്ളത് വേണം നമ്മൾ എടുക്കാൻ. ബീഡ്സും സീക്വൻസും ഒക്കെ അതിൻ്റെ ഉള്ളിലൂടെ കയറി പോകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ത്രെഡിൻ്റെ രണ്ടറ്റവും ഒന്നിച്ച് പിടിച്ചിട്ട് നീഡിലിൽ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ക്ലോസ് ആയിട്ടാണ് കിട്ടുക. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിതാ ഇതുപോലെ ഒന്ന് നീഡിലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കാം. നമ്മൾ കുത്തിയെടുക്കുമ്പോൾ ഫുള്ളായിട്ട് വലിച്ചെടുക്കരുത്. നമ്മൾ കെട്ടിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് വലിച്ചാൽ അതിൻ്റെ ഉള്ളിലൂടെ പോരുട്ടോ. ശേഷം നമുക്കിത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഇതാക്കണം. ആ ക്രോസ് ആയിട്ടുള്ള ഭാഗമില്ലേ അത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് നീഡിൽ കയറ്റിയിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്കവിടെ കെട്ടായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ കെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുതന്നെ ഒരു കെട്ടായിട്ട് നമുക്കവിടെ കിട്ടും. അപ്പോൾ വീണ്ടും നമ്മളിതാ ഇതുപോലെ നമ്മൾ നേരത്തെ കുത്തിയതിൻ്റെ അവിടെ തന്നെ ഒന്ന് മുകളിലേക്കൊന്ന് കുത്തിയെടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു നീഡിൽ നമുക്കൊരു ട്യൂബ് ബീഡ് കൊടുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ബീഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നീഡിൽ നിന്ന് താഴേക്ക് കുത്തിയിറക്കാം. അപ്പോൾ നമ്മളിതാ ഒരു ട്യൂബ് ബീഡ് കോർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് കോർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീഡിലിൽ ഒന്ന് പൊക്കിയെടുക്കാം. ശേഷം നമുക്ക് ഒരു ട്യൂബ് ബീഡ് ഇതിൽ കോർത്തെടുത്തിട്ട് ഈ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഒന്ന് നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. അപ്പോൾ നമ്മളിതാ രണ്ട് ട്യൂബ് ബീഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഇതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഇതുപോലെ നീഡിലൊന്ന് പൊക്കിയെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിലൊരു 4 ട്യൂബ് ബീഡ് ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ നമ്മളിതാ 4 ട്യൂബ് ബീഡ്സും ഇതുപോലെ ഒന്ന് കോർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ ലാസ്റ്റിക്ക് ഇതുപോലെ ഒന്ന് ഇതിനെ വലിച്ച് കൊണ്ടുവരാം. ശേഷം നമുക്കിതാ ഇതിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ലാസ്റ്റത്തെ ബീഡ്സ് വരുന്ന അവിടെ താഴേക്ക് നീഡിലൊന്ന് ഇതുപോലെ ഒന്ന് കുത്തിയിറക്കാം. ശേഷം നമുക്ക് ഓരോ ബീഡ്സിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു വരഞ്ഞ ലൈനിലൂടെ തന്നെ വേണ്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കിതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഏതെങ്കിലും ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് നീഡിൽ നിന്ന് കയറ്റി കൊടുക്കാം. ശേഷം നമുക്കിതാ ത്രെഡിനെ ഇതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചാൽ നമുക്കവിടെ ഒരു കെട്ടായിട്ട് കിട്ടും.
ഇനി നമുക്ക് ഷുഗർ ബീഡ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ നീഡിലിനെ ഇതുപോലെ താഴ്ന്ന് മുകളിലേക്കൊന്ന് പൊക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ഷുഗർ ബീഡ് കോർത്തെടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു ബീഡിനെ ഈ ത്രെഡിൻ്റെ താഴേക്കൊന്ന് കൊണ്ടുവരാം. എന്നിട്ട് നമുക്കിതിൻ്റെ അടുത്തായിട്ട് തന്നെ നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 ഷുഗർ ബീഡ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇത് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ അതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഇതുപോലെ നീഡിലൊന്ന് പൊക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഷുഗർ ബീഡ്സ് പുറത്തെടുക്കാം. അപ്പോൾ നമ്മളിതാ നീഡിലിൽ ഇതുപോലെ ബീഡ്സ് കോർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡിൻ്റെ താഴേക്ക് ഇതുപോലെ ഈ ബീഡ്സ് ഒന്ന് കൊണ്ടുവരാം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഏറ്റവും ലാസ്റ്റത്തെ ആ ബീഡ്സിൻ്റെ അരികത്തായിട്ട് നമുക്കിതാ നീഡിലിന് താഴേക്കൊന്ന് കുത്തിയിറക്കാം. ശേഷം നമുക്ക് 2 ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്കിതിൻ്റെ ഇടയിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ബീഡ് ഓരോന്നിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇതിൽ നമുക്ക് ഒരു 2-3 ബീഡ്സ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ഉണ്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സീക്വൻസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ നീഡിൽ ഇതുപോലെ ഒന്ന് പൊക്കിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കെട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നീഡിലിനെ ഇതുപോലെ മുകളിലേക്കൊന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലൊരു സീക്വൻസ് കോർത്തെടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു സീക്വൻസിനെ ഇതിൻ്റെ താഴേക്ക് ഈ ത്രെഡിൻ്റെ താഴേക്കൊന്ന് ഇതുപോലെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒന്ന് നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ 2 ബീഡ്സും സ്റ്റിച്ച് ചെയ്ത പോലെ നമുക്ക് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് ഓരോന്നായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ.
ഇതാ സീക്വൻസും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തുടക്കക്കാർക്കൊക്കെ നമുക്ക് ഈ ഒരു ബീഡ്സും സീക്വൻസ് വർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.